ഗൈസ്. റെഡ് സിഗ്നലാണ് ഗൈസ്. വണ്ടി സ്റ്റോപ്പ് ചെയ്തു. വീണാവട്ടെ. അപ്പൊ ചായക്കടയിലേക്ക് കയറിയൊക്കെയാണ്. നല്ല ചായ കുടിക്കാൻ തോന്നുന്നു. ഞാൻ ചായ വാങ്ങിച്ചു, കുടിച്ചു. നമുക്കിനി വണ്ടി എടുത്ത് മുന്നോട്ട് പോവാം. ഞാനിപ്പോ എത്തിയിരിക്കുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ 6th പ്ലാറ്റ്ഫോമിലാണ്. അതായത് ഏറ്റവും ബാക്ക് സൈഡിലാണ്. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് എൻട്രൻസ് ഉണ്ട്, ബാക്കിൽ നിന്ന് നമുക്ക് എൻട്രൻസ് ഉണ്ട്. ഞാൻ ബാക്ക് വഴിയാണ് വന്നത്. ഇവിടെ നമുക്ക് ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ കാണാവുന്നതാണ്. ഇരുട്ടാണ്. ഓക്കെ, നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഈ കാണുന്നത് നമ്മുടെ റെയിൽവേ ഇൻഫർമേഷൻ തരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. 10 രൂപയാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റിന്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാണ്ട് നമ്മൾ പ്ലാറ്റ്ഫോമിൽ പ്രവേശിക്കുന്നത് നിഷാർഹമാണ്. സോ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നമ്മൾ ഒബേ ചെയ്യണം. അപ്പൊ ഞാൻ ക്യൂ നിൽക്കുകയാണ്. നല്ല ക്യൂ ഉണ്ട്. ഗൈസ്, നമ്മുടെ 6ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നത് മെമു ആണ്. ഈ കാണുന്ന മെമു ആണ്. എറണാകുളത്ത് നിന്നും കൊല്ലത്തേക്ക് കോട്ടയം വഴി പോകുന്ന മെമു ആണ് നമ്മൾ ഈ കാണുന്നത്. തിരക്ക് എറണാകുളത്ത് നിന്ന് കയറുവാണെങ്കിൽ തിരക്ക് ഒട്ടും ഉണ്ടാവില്ല. സുഖമായിട്ട് ഇരുന്ന് നമുക്ക് യാത്ര ചെയ്യാം. സോ ഞാൻ മുമ്പോട്ട് നടക്കുകയാണ്. നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയിക്കാൻ നമുക്ക് ബ്രിഡ്ജ് കാണാം. നമുക്ക് ആ ബ്രിഡ്ജ് സ്റ്റെപ്പ് കയറി നമുക്ക് അടുത്ത പ്ലാറ്റ്ഫോം 5, 4, 3, 2, 1 ലൈക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഞാൻ പയ്യെ നടക്കും. ഇത് ആ മെമു ആണ്. നമ്മുടെ എറണാകുളത്ത് നിന്നും കൊല്ലത്തേക്ക് പോകുന്ന മെമു ആണ് 6ാമത്തെ പ്ലാറ്റ്ഫോമില്. അപ്പൊ ആരും തന്നെ അകത്ത് കയറിയിട്ടില്ല. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ടൈം ആയിട്ടില്ല. അത് തന്നെയാണ്. അപ്പൊ ഞാൻ നടക്കുവാണ്. നമ്മുടെ എനിക്ക് നെക്സ്റ്റ് പ്ലാറ്റ്ഫോമിലായ 5th പോകാനായിട്ട് ഞാൻ നടക്കുവാണ്. ട്രെയിനൊക്കെ കാലിയാണ്. നല്ല സുഖമായിട്ട് നമുക്ക് എറണാകുളത്ത് നിന്നും കൊല്ലത്തേക്ക് കോട്ടയം വഴി പോകാൻ പറ്റിയ നല്ലൊരു ഒരു വെളുപ്പാങ്കാലത്ത് ഒരു 5 മണി 6 മണി സമയത്തിടയ്ക്ക് നമുക്ക് പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണ് മെമു എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് പയ്യെ മുമ്പോട്ട് നീങ്ങാം. ഗൈസ്, ഞാനിപ്പോ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇപ്പം എത്തി നിൽക്കുകയാണ്. ഈ കാണുന്നത് നമ്മുടെ എറണാകുളത്ത് നിന്നും ഗുരുവായൂർ വരെ പോകുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ്. താഴെയൊക്കെ ആൾക്കാർ പുതച്ചു മൂടി കിടന്ന് ഉറങ്ങുവാണ്. കൊതുകടിയൊന്നും കൊള്ളാണ്ട്. പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ മിക്കതും തിരക്ക് വളരെ കുറവാണ് ഈ സമയത്ത്. വെളുപ്പാങ്കാലല്ലേ. പലരും കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. അപ്പുറത്തെ 2 പ്ലാറ്റ്ഫോം 4ഉം 3ഉം കാലിയാണ്. ട്രെയിനൊന്നും ഇതുവരെ വന്നിട്ടില്ല, ചേർന്നിട്ടില്ല. കടകളൊക്കെ മിക്കതും ക്ലോസ്ഡ് ആണ്. ഓപ്പണായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഇരിപ്പിടങ്ങളെല്ലാം എന്താ പറയാ, ബെഡാക്കി മാറ്റിയിരിക്കുന്ന ആൾക്കാർ. ചിലർ ഉറക്കം, ചിലർ ഇരിക്കുന്നു. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ ഉണ്ട്. 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ നിലവിൽ വന്നിട്ടില്ല. 3ലും വന്നിട്ടില്ല.
നമുക്കിവിടെ ഡിസ്പ്ലേ ബോർഡ് ഒക്കെ കാണാം. നല്ല ഇൻഫർമേഷൻസ് എല്ലാം കിട്ടാം. കണ്ടോ, എറണാകുളം 6:45 ട്രിവാൻഡ്രം ഇന്റർസിറ്റി ഉണ്ട്. അത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലുണ്ട്. ട്രിവാൻഡ്രം 163:41 ട്രിവാൻഡ്രം ഇന്റർസിറ്റി. ഡെസ്റ്റിനേഷൻ ട്രിവാൻഡ്രം. ഡിപ്പാച്ച് ടൈം എന്ന് പറയുന്നത് 5:24 പ്ലാറ്റ്ഫോം നമ്പർ 3. അങ്ങനെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കാണുന്ന ഡിസ്പ്ലേ ബോർഡ് വരെ നമുക്കിവിടെ ലഭ്യമാണ്. എറണാകുളം കൊല്ലം ജംഗ്ഷൻ 66-307 ട്രെയിൻ 6:05 പുറപ്പെടുന്നത്. 6ാമത്തെ പ്ലാറ്റ്ഫോം, അതായത് നമ്മുടെ മെമു, അതിന്റെ ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ ഈ ബോർഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഉപകാരമായ ഒരു ഇതാണ് നമ്മുടെ ഒരു റെയിൽവേ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കാണാൻ സാധിക്കുന്നത്. അനൗൺസ്മെന്റ് കൂടാതെ നമുക്ക് ഇൻഫർമേഷൻസ് ഈ ഡിസ്പ്ലേ ബോർഡ് വഴി നമുക്ക് ഇൻഫോടെക് സിസ്റ്റം വഴി നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ എറണാകുളം ജംഗ്ഷൻ 3ാമത്തെ പ്ലാറ്റ്ഫോം. നമ്മൾ ഈ 4th പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴേ ഈ കാണുന്ന എന്താണെന്ന് അറിയോ? ഇതാണ് ടൂൾ 1. അതായത് റെയിൽവേ ട്രെയിനിന് വേണ്ടിയുള്ള ടൂൾ ഒക്കെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു എന്താ പറയുക, ഒരു വാനാണ് ഇത്. ടൂൾ വാൻ. ഇത് ഒരിക്കലും ട്രെയിൻ അല്ല, പാസഞ്ചർ ട്രെയിൻ അല്ല. എന്താ, സെൽഫ് പ്രൊപ്പൽഡ് ഓക്സിലറി ടൂൾ വാൻ, അതാണ് എന്റെ പേര്. അത് ആദ്യമായിട്ടാണെങ്കിൽ പുതുമയുള്ള കാഴ്ചയാണ്. ഇതിന് മുന്നേ ഈ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ വാൻ ആദ്യമായിട്ടാണ് ഇവിടെ കിടക്കുന്നത് കാണുന്നത്. എന്നൊരു എന്താ പറയാ, മെഡിക്കൽ ആംബുലൻസ് ഒക്കെ പോലെ തന്നെ ആ കുരിശൊക്കെ അത് വരച്ചിട്ടുണ്ട്. റെഡ് കളർ, വൈറ്റ് കളർ, അതൊക്കെ കാണാൻ ഭംഗിയുണ്ട്. ശമ്പമൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ട, ആക്സിഡന്റ് റിലീഫ് എന്ന് പറഞ്ഞ എഴുതിയേക്കണേ, കണ്ട. അപ്പൊ എന്തെങ്കിലും ട്രെയിൻ ആക്സിഡന്റ് പറ്റിക്കനെ പോയി ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ട സാധന കാര്യങ്ങൾ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടൂൾ വാൻ ആണ് ഈ കാണുന്നത്. ഇതിന്റെ എഞ്ചിനോ ലോക്കോ ഒന്നും ഇതില് ഘടിപ്പിച്ചിട്ടില്ല. എന്താ, എന്തായാലും കൊള്ളാം, സംഭവം കലക്കിയിട്ടുണ്ട്. എനിക്കൊരു പുതിയൊരു കാഴ്ചയാണ് ഇങ്ങനെ ഒരു വാഹനം, ട്രെയിൻ കണ്ടതില്. നേരൊക്കെ ഇരുട്ടാണ്. പ്ലാറ്റ്ഫോം നമ്പർ ध्यान दीजिए, गाड़ी नंबर 16305 एर्नाकुलम इंटरसिटी एक्सप्रेस एर्नाकुलम जंक्शन प्लेटफॉर्म नंबर 5 पर खड़ी है. Your attention please. വളരെ നിശബ്ദമാണ്. അനൗൺസ്മെന്റ് മാത്രമേ ഇപ്പം इंटरसिटी एक्सप्रेस is at एर्नाकुलम जंक्शन प्लेटफॉर्म नंबर. കാണുന്നത് എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ് ട്രെയിൻ സ്ലീപ്പർ കോച്ച്, അതിനപ്പുറത്ത് AC കോച്ച്. ട്രെയിൻ നമ്പർ 66-307 എറണാകുളം കൊല്ലം മെമു എറണാകുളം ജംഗ്ഷൻ 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും 6:05 പുറപ്പെടും. यात्रियों कृपया ध्यान दीजिए. ഗൈസ്, ഈ എത്തിച്ചേർന്നിരിക്കുന്നത് ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് ട്രെയിനാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1ലാണ് ഇത് എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ തിരക്ക് കുറഞ്ഞ ഒരു ട്രെയിനാണ്. ട്രെയിൻ നമ്പർ Start flows you to the sky.
ഞാൻ പറഞ്ഞല്ലോ ഈ ട്രെയിൻ വന്ന് ചേർന്നിരിക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് അത്യാവശ്യം തിരക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ പ്രയോറിറ്റി കൂടിയ ട്രെയിനുകളും ലോങ് റൂട്ട് ഓടുന്ന ട്രെയിനുകളും എല്ലാം പൊതുവെ നമുക്ക് വന്ന് ചേരുന്നത് ഈ പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ്. മറ്റ് പ്ലാറ്റ്ഫോമിൽ വരില്ല എന്നല്ല, വരും. പക്ഷെ താരതമ്യേന കൂടുതൽ ഈ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കും. ഗായ്സ്, നമുക്ക് ഗാർഡിനെ കാണാം. ഗാർഡ് ഇരിക്കുന്ന ഒരു കോച്ചാണത്. ഗാർഡ് ഉണ്ട്. ട്രെയിനിന്റെ എൻട്രി നമ്മൾ എത്തിയിരിക്കുകയാണ്. ലോക്കോ ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് വണ്ടിയിൽ, ട്രെയിനിൽ. നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് അങ്ങ് ആ റെഡ് ലൈറ്റ് കത്തുന്ന ഒരു എഞ്ചിനാണ്. അത് ആൽക്കോ എഞ്ചിനാണ്. ആൽക്കോ എഞ്ചിൻ പണ്ടത്തെ ടൈപ്പ് ഒരു ട്രെയിൻ എഞ്ചിനാണ്. അത് ലോക്കോയാണ്. അപ്പൊ നമ്മൾ അതിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് കാണുന്ന മറ്റേ ടൂൾ വാൻ ആണ്. മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ ആക്സിഡന്റ് എമർജൻസി ടൂൾ വാൻ ആണ് തൊട്ട് സൈഡിൽ കാണുന്നത്. അപ്പൊ ഇപ്പോഴും ലൈറ്റ് ഒക്കെ ഇട്ട് പ്ലാറ്റ്ഫോം ഒക്കെ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഒരു പ്രത്യേക വൈബ് തന്നെയാണ് നമ്മൾ ഈ സമയത്ത് റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക. ഓരോ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാനുള്ള ബ്രിഡ്ജസ് ആണ് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് പരസ്പരമായിട്ട് എല്ലാ പ്ലാറ്റ്ഫോമുമായിട്ട്. പിന്നെ അതാണ് ഗൈസ് ആൽക്കോ എഞ്ചിൻ. റെഡ് ലൈറ്റ് കത്തി കിടക്കുന്നതാണ് ആൽക്കോ എഞ്ചിൻ. കൊള്ളാം. ഒരു പഴയൊരു വികാരം തന്നെയാണ് ഈ ഒരു എഞ്ചിൻ പറയുന്നത്. 90s ഒക്കെ ഒരു എന്താ പറയുക, മെമ്മറബിൾ ആയിട്ടുള്ള ഒരു നൊസ്റ്റാൾജിയ ഉള്ള ഒരു എഞ്ചിനാണ്. ഞാനൊക്കെ Star frozen to the sky. The summer was alive, going to the end of time. ഗൈസ്, ഈ കാണുന്നത് നമ്മുടെ എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി ആണ്. ഇത് ഇവിടുന്ന് പുറപ്പെടാറായി. ഇപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ട്രെയിനിൽ. സ്ലീപ്പർ കോച്ചുകളും ജനറൽ കമ്പാർട്ട്മെന്റും ലേഡീസ് കമ്പാർട്ട്മെന്റും ഒക്കെ ഈ ട്രെയിനിൽ ഉണ്ട്, അവൈലബിൾ ആണ്. ഈ ചടൻ അതിലേക്ക് കയറാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. അപ്പോ ഞാൻ ഈ ട്രെയിനിന്റെ ഏറ്റവും ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അത് എഞ്ചിൻ ലോക്കോ കാണാൻ വേണ്ടി പോവുകയാണ്. ഗൈസ്, ഇത് കണ്ടോ, ഇത് ഇപ്പൊ പുറപ്പെട്ട കണ്ണൂർ ഇന്റർസിറ്റി കയറാൻ പറ്റാണ്ട് പോയ ഒരു കൂട്ടം ആൾക്കാരാണ് ഈ കാണുന്നത്. അവർ ആ ട്രെയിനിന്റെ പുറകെ ഫോളോ ചെയ്ത് പോവുകയാണ് എങ്ങനെ കയറാനായിട്ട്. പക്ഷെ ആ ട്രെയിൻ വിട്ടുപോയിരുന്നു. ഒരു കുറച്ചു പേർ വീണ്ടും ഓടുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണം. ആ ചേച്ചി വീണ്ടും ഓടുവാണ് ആ ട്രെയിനിൽ കയറാനായിട്ട്. പക്ഷെ ട്രെയിൻ ഓൾറെഡി ഇവിടുന്ന് ഡിപ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ വിട്ട് കഴിഞ്ഞ് ചിലർ ഇപ്പോഴും എന്റെ പുറകെ തന്നെ ഓടുവാണ്. ശരിക്കും ഇതൊന്നും ശരിയല്ല. ഗൈസ്, നിങ്ങൾ ഈ കാണുന്ന LHP കോച്ചുള്ള ട്രെയിൻ നമ്മുടെ KSR ബംഗളൂരു അവിടെ നിന്ന് എറണാകുളം സൗത്തിലേക്ക് എത്തിച്ചേർന്ന ട്രെയിനാണ്. വെളുപ്പിനെ 6:00-ക്കാണ് ഈ ട്രെയിൻ എറണാകുളത്ത് സൗത്തിൽ എത്തിച്ചേർന്നത്. ഇന്ന് ഇതിന് തിരിച്ച് പുറപ്പെടും. ഇതിന്റെ ലോക്കോ അറ്റാച്ച് ചെയ്തിട്ടില്ല, അത് ചെയ്തിട്ട് പുറപ്പെടും. LHP കോച്ചുകളാണ് ഈ ട്രെയിൻ ഉള്ളത്. നമ്മുടെ KSR ബംഗളൂരിൽ നിന്നും എറണാകുളത്ത് എത്തിച്ചേർന്ന വെളുപ്പിനെ 6:00-ക്ക് എത്തിച്ചേർന്ന ട്രെയിനാണ് ഈ കാണുന്നത്. അങ്ങ് ദൂരെ നമുക്ക് ഒരു ലോക്കോ കാണാം. ലൈറ്റ് ഒക്കെ ഇട്ട് ഒരു ലോക്കോ ട്രാക്കിലൂടെ വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ
ഗൈസ് ഞാനിപ്പോ പോണത് ഫ്രണ്ടിലെ എൻട്രൻസിലേക്കാണ്. അപ്പം ഫ്രണ്ടിലെ എൻട്രൻസ് നിങ്ങൾ കാണിച്ചു തരാം. അതായത് മെജോറിറ്റി ആൾക്കാരും സ്റ്റേഷനിലേക്ക് കയറുന്നത് ഈ ഒരു എൻട്രൻസ് വഴിയായിരിക്കും. അത് ടാക്സികളാണെങ്കിലും ഓട്ടോകളാണെങ്കിലും എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു എൻട്രൻസ് ഭാഗത്തായിരിക്കും. ഇവിടെ നിന്ന് പറയുമ്പോൾ ബുക്കിംഗ് ഓഫീസ്, റിസർവേഷൻ ഓഫീസ് എല്ലാം ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. കണ്ടോ, തൊട്ട് ഈ എന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇന്ത്യ പോസ്റ്റ്. പോസ്റ്റ് സർവീസ് ഒക്കെ ചെയ്യുന്ന അതിന്റെ ഓഫീസാണ് ഈ കാണുന്നത്. തൊട്ട് സൈഡില് ഓട്ടോറിക്ഷ സേവനങ്ങളുണ്ട്, ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഇതാണ് ഇന്ത്യ പോസ്റ്റ്, അതിന്റെ ഓഫീസാണത്. പിന്നെ ഇതാണ് എൻട്രൻസ്. എല്ലാവരും വന്ന് ഇറങ്ങുന്ന ടാക്സി ആണെങ്കിലും ഊബർ ആണെങ്കിലും എല്ലാവരും വന്ന് ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്താണ്. ഞാൻ വന്നത് ബാക്ക് സൈഡിൽ കൂടെ ആയിരുന്നു. അതെങ്കിൽ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. And stare frozen to the sky. The sun ഗൈസ്, ഈ കാണുന്ന LHP കോച്ചിലുള്ള 1ാം പ്ലാറ്റ്ഫോമിൽ കാണുന്ന ട്രെയിൻ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ട്രെയിൻ ആണ്. ഇത് പുറപ്പെടാനായി ഒരുങ്ങി നിൽക്കുകയാണ്. എറണാകുളത്ത് നിന്നും രാവിലെ 7:20 AM എറണാകുളം 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുക. നമ്മുടെ എറണാകുളം, തൃശ്ശൂര്, ആലുവ തൃശ്ശൂര്, പാലക്കാട്, ഷൊർണൂർ വഴിയാണ് ഇത് യാത്ര ചെയ്യുന്നത്. ഇതിലിപ്പം ആരും തന്നെ യാത്രക്കാർ കയറിയിട്ടില്ല, എന്താ ഫുൾ കാലിയാണ്. ഇത് സ്ലീപ്പർ കോച്ചാണ്. എല്ലാരും കാലിയാണ്, സീറ്റ് എല്ലാം കാലിയാണ്. ഇത് സ്ലീപ്പറും അത് തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് AC കോച്ചുകളുമായിരിക്കും. എന്തോ അതിന്റെ മെക്കാനിക്കലായിട്ടുള്ള എന്തോ പരിപാടി അങ്ങോട്ടേക്കാണ്. ഇപ്പൊ ലോക്കോ ഇപ്പൊ ബോഗിയിലേക്ക് അറ്റാച്ച് ചെയ്യാണ് നമുക്ക് അങ്ങോട്ടേക്കുന്നത്. അത് ഓഫീസേഴ്സ് ലോക്കോ ഈ ട്രെയിനിന്റെ സ്ലീപ്പർ കോച്ചാണ് S4. AC ഒക്കെ ബാക്കിലാണ് കേട്ടോ.